12,000 പേര് പങ്കെടുത്ത പാണക്കാട് അബ്ബാസ് അലി തങ്ങളുടെ മകന്റെ കല്യാണം രാഷ്ട്രീയ വിചാരിക്കുന്നു. ഇത് ഒരു മഹാനായ വ്യക്തിന്റെ ബഹുമാനപ്പെട്ട അബ്ബാസ് അലി തങ്ങളുടെ മകന്റെ കല്യാണം പോലും ഇത് എങ്ങനെയുണ്ട്? ചെറിയ മട്ടത്തിലാണല്ലോ കഴിക്കുന്നത് അല്ലേ? ഏതായാലും നല്ല തന്നെ ഉഷാറായിട്ടുണ്ട് കല്യാണമല്ലോ. എന്നാൽ ഇവർ പലപ്പോഴുമായിട്ട് പറയുന്നൊരു കാര്യമാണ് ഈ ആഡംബര കല്യാണങ്ങൾ നടത്തറ് പള്ളിയിൽ നിന്ന് ഒതുക്കണോ, ഇത്രമാത്രം ആഡംബരമായിട്ട് എന്തിനാണ് കല്യാണം നടത്തുന്നതെന്ന് പലപ്പോഴുമായിട്ട് പൊതുജനങ്ങളോട് വന്നിട്ട് പറയുന്നവരാണ് ഇവരൊക്കെ. എന്നാൽ ഇവരെ കാര്യത്തിലെത്തുമ്പോ ഇവര് ആവുമ്പോലെ ആഡംബരങ്ങൾ സംഘടിപ്പിക്കുന്നു. അതിനായിരിക്കും ചോദ്യങ്ങൾ ഉന്നയിക്കാൻ കഴിയില്ല. കാരണം ഇവര് മഹാന്മാരാന്ന് പോലും ഇവർക്ക് പറ്റും പോലും മറ്റുള്ളവർക്ക് പറ്റൂല പോലും. അങ്ങനെയില്ലല്ലോ. എന്റെ ശരീരത്തിന് ഹറാമായത് മറ്റവരിക്കും എന്റെ സുഹൃത്തിനും ഹറാമാന്ന് അങ്ങനെയല്ലേ? അനക്ക് പറ്റാത്തത് എങ്ങനെയാ മറ്റവനിക്ക് പറ്റുക? ഇതങ്ങനെയല്ല. ഇവർക്കെല്ലാം പറ്റും, മറ്റുള്ളവർക്ക് അത് പറ്റൂല എന്നുള്ള കാഴ്ചപ്പാടാണ് ഇവരത്. എന്നാൽ ഈ ആഡംബര കല്യാണത്തിനൊന്നും ഞാനെതിരല്ല. ഞാൻ ഇങ്ങനെ പൈസ ഉള്ളവര് ഇങ്ങനെ ആഡംബരമായിട്ട് തന്നെ കല്യാണം കഴിക്കണോ, അതേപോലെ ഒരു ഫംഗ്ഷൻ സംഘടിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിശക്തമായ രീതിയിൽ തന്നെ സംഘടിപ്പിക്കണോ എന്നുള്ള അഭിപ്രായക്കാരനാണ്. കാരണം അതിലൂടെ പലർക്കും പല രൂപത്തിൽ പൈസ കിട്ടുക. ഇപ്പൊ അവിടെ ഭക്ഷണം വെക്കുന്നവർക്ക്, അതേപോലെ ജ്യൂസ് ഉണ്ടാക്കുന്നവർക്ക്, അതേപോലെ പോത്തിനെ ഇറക്കുന്നവർക്ക്, കോയിനെ ഇറക്കുന്നവർക്ക്, അല്ലെങ്കിൽ അനാദിക്കടക്കാർക്ക്, പന്തൽ കെട്ടുന്നവർക്ക്, ഇങ്ങനെ തുടങ്ങിയിട്ട് പലർക്കും ഈ പൈസ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇവരിപ്പോ ഇത് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചോ? എന്നാൽ ഇവരെ പൈസ നാടെ കെട്ടിക്കിടക്കുകയും ചെയ്യും. ആർക്കും ഉപകാരമില്ലാണ്ട് കെട്ടിക്കിടക്കുകയും ചെയ്യും. എന്നാൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും സാധാരണക്കാരന് കിട്ടും. അത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഇവരെന്ത് ചെയ്യുന്നു? സാധാരണക്കാരോട് പറയുന്നത് നിങ്ങൾ ചെയ്യരുത്. അവരടുത്തുള്ള പോലെ ചെയ്യട്ട്. ഓരോരുത്തർ കഴിവിന്റെ അടിസ്ഥാനത്തിൽ ഓരോരുത്തർ ചെയ്യുന്നു. ഒരാൾ ഐഫോൺ വാങ്ങുന്നു, ഒരിടത്ത് പൈസ ഉള്ളതുകൊണ്ട് ഐഫോൺ വാങ്ങുന്നു, അതിന് നമ്മളെന്തിനാ നിരുത്സാഹപ്പെടുത്തുന്നു? അതേപോലെ പൈസ ഇല്ലാത്തതുകൊണ്ട് റെഡ്മിന്റെ വിവോന്റെ ആയിട്ട് ഫോൺ വാങ്ങുന്നു, ചെറിയ പൈസന്റെ ഫോൺ വാങ്ങുന്നു. അങ്ങനെയല്ലേ? പൈസ ഉള്ള ആൾക്കാർ എന്ത് ചെയ്ത് ആഡംബരമായിട്ടും എല്ലാം നടത്തുമ്പോൾ ഇവര് വന്നിട്ട് പറയും പറ്റൂലെന്ന് പറയും. എന്നാൽ ഇവരെ ഓരോരുത്തരും മക്കളെ കല്യാണം എടുത്ത് പരിശോധിച്ച് നോക്കിയേ. കഴിഞ്ഞ പ്രാവശ്യം ബഷീർ അലി തങ്ങളെ മോളെ കല്യാണോ എങ്ങനെയാണ് നടത്തുന്നത്? അതേപോലെ ഇവരെ ഓരോ കുടുംബത്തിലുള്ള ഓരോരുത്തരുടെ മക്കളെ കല്യാണം എടുത്ത് പരിശോധിച്ച് നോക്കറ എത്രമാത്രം ആഡംബരത്തിലാണ് ഇവർ നടത്തുന്നത്. എന്നാൽ സാധാരണക്കാരോട് വന്നിട്ട് പറയുക പള്ളി നാക്കണം നിങ്ങൾ ഇങ്ങനെ ആഡംബരമായിട്ട് നടത്തരുതെന്ന് പറയുന്നു. അതിനോട് ഞാൻ വിയോജിപ്പ്. അല്ലാണ്ട് കല്യാണം നടത്തുന്നതിനോടല്ല. എന്തെങ്കിലും നിങ്ങൾ പറയാണ്ടിരിക്കുക എന്ന് എല്ലാവരും ആരെങ്കിലും നടത്തുന്നവർ നടത്തിക്കോട്ടെ എന്ന് പറഞ്ഞു പറയാ. മാതൃക കാട്ടേണ്ടവർ തന്നെ എന്ത് ചെയ്യുക? ആ മാതൃക എന്ത് പിൻപറ്റുക? ആ മാതൃക കാട്ടേണ്ടവർ മാതൃക കാട്ടണ്ടേ? അവര് കാണിച്ചു കൊടുക്കണ്ടേ? എന്നാൽ അവർ കാണിച്ചു കൊടുക്കുന്നില്ല. അവർ ആഡംബരമായിട്ട് എന്ത് ചെയ്യുക? സംഘടിപ്പിക്കുക, കല്യാണങ്ങൾ സംഘടിപ്പിക്കുക. സാധാരണക്കാരോട് അത് പറ്റൂലെന്ന് അറിയാം. ഇങ്ങനത്തെ ഒരു അഭിപ്രായം പറ്റൂലോ. പറ്റൂലെങ്കിൽ ആർക്കും പറ്റൂല. അനക്ക് പറ്റുന്ന മറ്റുള്ളവർക്കും പറ്റൂ. ഇനി മറ്റുള്ളവർക്ക് പറ്റാത്ത കാര്യങ്ങൾ അനക്കും പറ്റൂല. അങ്ങനെയുള്ള ഒരു തീരുമാനത്തിൽ എത്തണ്ടേ? ഏതായാലും നല്ല കാര്യം തന്നെ. കല്യാണം ഉഷാറായിട്ടുണ്ട്.